Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 4/2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രൊലോങ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് ടൂർണിക്കറ്റ് കോസസ് എലിവേഷൻ ഓഫ് ഓപ്ഷൻ എ പൊട്ടാസ്യം, ഓപ്ഷൻ ബി പ്രോട്ടീൻ, ഓപ്ഷൻ സി ഗ്ലൂക്കോസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓൾ ഓഫ് ദി എബോവ് ആണ്. കാരണം നമ്മൾ കൂടുതൽ നേരം നമുക്ക് ടൂർണിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ഉണ്ട് അല്ലേ, ഒരു 1 മിനിറ്റ് വരെയാണ്, അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 1 മിനിറ്റ് ആണ് ടൂർണിക്കറ്റ് അപ്ലിക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ കൂടുതൽ നമ്മൾ ടൂർണിക്കറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഈ ബയോകെമിക്കൽ പാരാമീറ്ററൊക്കെ കൂടുന്നതാണ്. ഇപ്പോൾ പൊട്ടാസ്യം, പ്രോട്ടീൻസ്, കാൽഷ്യം, മഗ്നീഷ്യം, ഗ്ലൂക്കോസിൻ്റെ ഒക്കെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മിനിറ്റിൽ കൂടുതൽ സമയം ടൂർണിക്കറ്റ് കെട്ടാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. കാരണം 3 ഓപ്ഷൻസിലുള്ള 3 പാരാമീറ്ററും കൂടുന്നതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ആൻസർ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആൻറ്റികോയാഗുലന്റ് ഓഫ് ചോയ്സ് ഫോർ കോയാഗുലേഷൻ സ്റ്റഡീസ് ഓപ്ഷൻ എ EDTA, ഓപ്ഷൻ ബി ട്രൈസോഡിയം സിട്രേറ്റ്, ഓപ്ഷൻ സി ഹെപ്പാരിൻ, ഓപ്ഷൻ ഡി ഡബിൾ ഓക്സലേറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. ട്രൈസോഡിയം സിട്രേറ്റ് 3.8% ട്രൈസോഡിയം സിട്രേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊയാഗുലേഷൻ സ്റ്റഡിക്ക് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേഷ്യോ ഒന്ന് പഠിച്ചു വെക്കണം. 1:9 ആണ് കേട്ടോ. 1 പാർട്ട് ആൻറ്റി കൊയാഗുലൻറ്റും 9 പാർട്ട് ബ്ലഡും. അപ്പോൾ 1:9 റേഷ്യോയിൽ ട്രൈസോഡിയം 3.8% ട്രൈസോഡിയം സിട്രേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്ത് കൊയാഗുലേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബ്ലഡ് സെൽ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽസ്, ഓപ്ഷൻ ബി T lymphocyte, ഓപ്ഷൻ സി B lymphocyte, ഓപ്ഷൻ ഡി ബേസോഫിൽസ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി B lymphocyte. ബി സെൽ ആണ്, അല്ലെങ്കിൽ B lymphocyte ആണ് ആൻറ്റിബോഡി പ്രൊഡക്ഷന്. ഓക്കെ, ടി സെൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ T lymphocyte എന്ന് പറയുന്നത് മെയിൻലി എന്താണ്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരുന്നത് ബി സെല്ലാണ്. ടി സെൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. ന്യൂട്രോഫിൽസ് ആണെങ്കിൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എന്നല്ല, അതും ഇമ്മ്യൂൺ മെക്കാനിസം ആണ് വരുന്നത്. പക്ഷേ ഫാഗോസൈറ്റോസിസ് ആണ് മെയിൻലി അതിൻ്റെ ഫംഗ്ഷൻ, സെൽസിനെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ കില്ല് ചെയ്യാന്നുള്ളത്. ബേസോഫിൽസ് ആണെങ്കിൽ മെയിൻലി അലർജിക് റിയാക്ഷൻസിലൊക്കെയാണ് ബേസോഫിൽസ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് RBC counting area of the improved Newbar counting chamber is option A 1:200 mm square, option B 1:100 mm square, option C 1:400 mm square, option D 1 mm square. Correct answer is 1:400 mm square ആണ് വരുന്നത്. കറക്റ്റ് ആൻസർ 1:400 mm square ആണ് ഒരു ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേംബറിൻ്റെ RBC കൗണ്ടിങ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The granule of this blood cell contain heparin and histamine. Option A basophil, option B eosinophil, option C neutrophil, option D lymphocyte. കറക്റ്റ് ആൻസർ ഏതാണ്? ബേസോഫിൽ ആണ്. ബേസോഫിൽസിൻ്റെ ഗ്രാന്യൂൾസിലാണ് എന്ത് വരുന്നത്? ഹെപ്പാരിനും അതുപോലെ ഹിസ്റ്റമിനൊക്കെ കാണുന്നത് ബേസോഫിൽസിൻ്റെ ഗ്രാന്യൂൾസിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹെമറ്റോക്രിറ്റ് വാല്യൂ ആൻഡ് RBC കൗണ്ട് ആർ നീഡഡ് ടു കാൽക്കുലേറ്റ്. ഓപ്ഷൻ എ MCH, ഓപ്ഷൻ ബി MCHC, ഓപ്ഷൻ സി MCV, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്.
ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹെമറ്റോക്രിറ്റ്, അതായത് PCV വാല്യൂ RBC വാല്യൂ കൗണ്ടും കൂടി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് വേണ്ടത്? MCV കാൽക്കുലേഷൻ ആണ് അല്ലേ. MCV എന്ന് പറയുന്നത് PCV ബൈ RBC ഇൻറ്റു 10 ആണ്, അല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ് ഡിവൈഡഡ് ബൈ RBC ഇൻറ്റു 10 ആണ്. എന്നാൽ MCH എന്ന് പറയുന്നത് HB ബൈ RBC ഇൻറ്റു 10 ആണ്. HB ബൈ RBC ഇൻറ്റു 10 ആണ്. MCHCയുടെ കാൽക്കുലേഷൻ എന്താണ്? ഒന്നെങ്കിൽ HB ബൈ PCV ഇൻറ്റു 100 ആണ്, അല്ലെങ്കിൽ MCH ഡിവൈഡഡ് ബൈ MCV ഇൻറ്റു 100 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഹെമറ്റോക്രിറ്റും RBCയും നമുക്ക് വേണ്ടത് MCVന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോസൈറ്റ് ആൻഡ് മാക്രോസൈറ്റ് ഇൻ ദി സെയിം ബ്ലഡ് സ്മിയർ ഈസ് കോൾഡ് ഓപ്ഷൻ എ അനൈസോസൈറ്റോസിസ്, ഓപ്ഷൻ ബി പോയിക്ലോസൈറ്റോസിസ്, ഓപ്ഷൻ സി എറിത്രോസൈറ്റോസിസ്, ഓപ്ഷൻ ഡി സ്ഫീറോസൈറ്റോസിസ്. കറക്റ്റ് ആൻസർ ഏതാണ്? അനൈസോസൈറ്റോസിസ്. അതായത് മൈക്രോസൈറ്റ് ആൻഡ് മാക്രോസൈറ്റ്, ചെറിയ RBCയും വലിയ RBCയും കാണുന്നത് അനൈസോസൈറ്റോസിസിലാണ്. അനൈസോസൈറ്റോസിസ് ആണ് സൈസ്, RBC സൈസിൻ്റെ വേരിയേഷനെയാണ് അനൈസോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസൈറ്റും മാക്രോസൈറ്റും എന്ന് പറഞ്ഞാൽ സൈസിലെ വേരിയേഷൻ, സൈസ് കുറയും കൂടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അനൈസോസൈറ്റോസിസിലാണ് മൈക്രോസൈറ്റും മാക്രോസൈറ്റും കാണുന്നത്. എന്നാൽ പോയിക്ലോസൈറ്റോസിസോ? പോയിക്ലോസൈറ്റോസിസ് എന്ന ഷേപ്പിലുള്ള വേരിയേഷൻ ആണ്. ഓക്കെ, പോയിക്ലോസൈറ്റോസിസ് മീൻ ഷേപ്പിലുള്ള വേരിയേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് question. Erythrocytopenia can be seen in all of the following condition except option A anemia, option B bone marrow failure, option C leukemia, option D dehydration. Correct answer ഏതാണ്? യെസ്, D dehydration. ചോദിച്ചിരിക്കുന്നത് എറിത്രോസൈറ്റോപീനിയ കാണുന്നത് ഏത് കണ്ടീഷനിലാണെന്നല്ല, കാണാത്തത് ഏത് കണ്ടീഷനാണെന്ന്. എറിത്രോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ എന്താ? എറിത്രോസൈറ്റിൻ്റെ കൗണ്ട് കുറയുന്നത്. അനീമിയൻ്റെ കേസിൽ RBCൻ്റെ കൗണ്ട് കുറയാണ്. എറിത്രോസൈറ്റ് തന്നെ RBCൻ്റെ കൗണ്ട് കുറയാണ്. ബോൺ മാരോ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ RBC പ്രൊഡക്ഷൻ നടക്കാണ്ട് അവിടെയും RBC കൗണ്ട് കുറയാണ്. ലുക്കീമിയൻ്റെ കേസിലും RBC കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ കേസിൽ നമ്മൾ വാട്ടർ ഇല്ലാത്ത കേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആവുന്ന കേസിൽ RBCൻ്റെ കൗണ്ടിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടത് ബാക്കി എല്ലാ കേസിലും RBCൻ്റെ കൗണ്ട് കുറയുന്നുണ്ട്, എറിത്രോസൈറ്റോപീനിയ വരുന്നുണ്ട്. പീനിയ മീൻസ് ലോ എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് എ പ്ലേറ്റ്ലെറ്റ് ഡയലൂട്ടിംഗ് fluid? Option A Denger's fluid, option B 1% ammonium oxalate, option C Hames fluid, option D Turk's fluid. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി 1% അമോണിയം ഓക്സലേറ്റ്. 1% അമോണിയം ഓക്സലേറ്റും അതേപോലെ തന്നെ റീസർക്കേഴ്സ് ഫ്ലൂയിഡും ഒക്കെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്സ് ആണ്. ഇവിടെ ഡെങ്കേഴ്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് യൂസ്നോഫിൽ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ് കേട്ടോ. അതേപോലെ ഹെയിംസ് ഫ്ലൂയിഡ് ആണെങ്കിൽ RBC ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. ടർക്സ് ഫ്ലൂയിഡ് ആണെങ്കിൽ WBC ഡയലൂട്ടിംഗ് ഫ്ലൂയിഡും ആണ്. ചിലപ്പം ക്വസ്റ്റ്യൻ മാറി ഇനി ബാക്കിയുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെയിൻ യൂസ്ഡ് ഫോർ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. ഓപ്ഷൻ എ റൈറ്റ് സ്റ്റെയിൻ, ഓപ്ഷൻ ബി ലേഷ്മാൻ സ്റ്റെയിൻ, ഓപ്ഷൻ സി ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, ഓപ്ഷൻ ഡി MGG സ്റ്റെയിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ. ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ അതേപോലെ ന്യൂ മെഥിലിൻ ബ്ലൂ ഒക്കെയാണ് നമ്മൾ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിന് യൂസ് ചെയ്യുന്നത്. ഈ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ അതുപോലെ ന്യൂ മെഥിലിൻ ബ്ലൂ ഒക്കെ ഏത് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണെന്ന് അറിയോ? സുപ്രാ വൈറ്റൽ സ്റ്റെയിനിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ ആ രീതിയിൽ ചോദിക്കാം, സുപ്രാ വൈറ്റൽ സ്റ്റെയിൻ നമ്മൾ ഏതിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാലും അതും റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. pH of Drapkin's solutions. Option A 4.5 to 6, option B 7 to 7.4, option C 8 to 9.4, option D 9 to 10.5. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ബി 7 to 7.4.
7 to 7.4. ഓക്കെ, ഡ്രാപ്കിൻ സൊല്യൂഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? HBന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? ഡ്രാപ്കിൻസ് ചിലപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡ്രാപ്കിൻ സൊല്യൂഷൻ നമ്മൾ HB എസ്റ്റിമേഷൻ, സാൻമതി ഹിമോഗ്ലോബിൻ മെത്തേഡിൽ HB എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രാപ്കിൻ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ pH 7 to 7.5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോവിങ് ആർ all Romanowski stain except option A Giemsa stain, option B Leishman stain, option C Jenner stain, option D Pearl stain. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി പേൾ സ്റ്റെയിൻ. ഇവിടെ ചോദിച്ചത് റോമനോസ്കി സ്റ്റെയിൻ അല്ലാത്തത് ഏതാണ്? ജീംസ സ്റ്റെയിൻ എടുക്കുകയാണ്, ജെന്നർ സ്റ്റെയിൻ എടുക്കുകയാണ്, അതേപോലെ ലേഷ്മാൻ സ്റ്റെയിൻ എടുക്കുകയാണെങ്കിൽ എല്ലാം റോമനോസ്കി സ്റ്റെയിൻ ആണ്. പെറൈറ്റ് സ്റ്റെയിൻ ഇതൊക്കെ റോമനോസ്കി സ്റ്റെയിൻ ആണ്. എന്നാൽ പേൾ സ്റ്റെയിൻ ഒരിക്കലും റോമനോസ്കി സ്റ്റെയിൻ അല്ല, അതൊരു സ്പെഷ്യൽ സ്റ്റെയിൻ ആണ്. അയണിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്റ്റെയിൻ ആണ് പേൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which is the internationally recommended method for hemoglobin estimation? Option A acid hematin method, option B oxyhemoglobin method, option C alkali hematin method, option D Sanmati hemoglobin method. Correct answer ഏതാണ്? ഓപ്ഷൻ ഡി സാൻമതി ഹീമോഗ്ലോബിൻ മെത്തേഡാണ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടും നമ്മൾ ഇന്റർനാഷണലി റെക്കമെൻഡഡ് ആയിട്ടുള്ള മെത്തേഡ് ഈ സാൻമതി ഹീമോഗ്ലോബിൻ മെത്തേഡാണ് കേട്ടോ. HBക്ക് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പല മെത്തേഡ്സും ഉണ്ട്. സാലീസ് മെത്തേഡൊക്കെ പല മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഈ സാൻമെത്താണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ESR ഈസ് എലിവേറ്റഡ് ഇൻ ഫോളോവിങ് ഡിസീസ് എക്സെപ്റ്റ്. ഓപ്ഷൻ എ ഓസ്റ്റിയോആർത്രൈറ്റിസ്, ഓപ്ഷൻ ബി റുമാറ്റിക് ഫീവർ, ഓപ്ഷൻ സി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓപ്ഷൻ ഡി ബയോജനിക് ഇൻഫെക്ഷൻ. കറക്റ്റ് ആൻസർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. കാരണം ഈ ESR സാധാരണ ഒരു ബയോജനിക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ കേസിൽ, ഇപ്പോൾ റൊമാറ്റിക് ഫീവർ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ആ ഡിസീസസിൻ്റെ കേസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ESR കൂടുന്നുണ്ട്. എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കേസിൽ ESRൽ വലിയ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് macrohematocrit? Option A Westergrens tube, option B Wintrop's tube, option C Salis tube, option D capillary tube. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? വിൻഡ്രോപ്സ് ട്യൂബാണ്. വിൻഡ്രോപ്സ് ട്യൂബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്രോ ഹെമറ്റോക്രേറ്റിന് യൂസ് ചെയ്യുന്നത്. വെസ്റ്റഗ്രെൻ ട്യൂബ് ഒരിക്കലും ഹെമറ്റോക്രേറ്റിനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ESRന് വേണ്ടിയിട്ടാണ് വെസ്റ്റഗ്രെൻ ട്യൂബ് യൂസ് ചെയ്യുന്നത്. വിൻഡ്രോപ്സ് ട്യൂബ് നമുക്ക് ESRും ചെയ്യാൻ പറ്റും, അതുപോലെ PCV ഓർ ഹെമറ്റോക്രിറ്റും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് വിൻഡ്രോപ്സ് ട്യൂബും, പിന്നെ മൈക്രോ ഹെമറ്റോ അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ് മെത്തേഡ് വരുന്നുണ്ട്, അത് വേറെയാണ്. ഇവിടെ മാക്രോ എന്ന് എടുത്ത് ചോദിച്ചുകൊണ്ട് വിൻഡ്രോപ്സ് ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാലീസ് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് HB എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു HB എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് സാലീസ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, INR International Normalized Ratio is a calculation based on the result of option A prothrombin, option B bleeding time, option C clotting time, option D activated partial thromboplastin time. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ എ prothrombin time. prothrombin time. ഈ INR എന്ന് പറയുന്ന കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? പേഷ്യൻറ്റ് PT ബൈ, അതായത് പേഷ്യൻറ്റ് പ്രോത്രോംബിൻ ടൈം ബൈ നോർമൽ PT ഓൾ റേസ് ടു ISI. പേഷ്യൻറ്റ് PT ബൈ നോർമൽ PT ഓൾ റേസ് ടു ISI എന്നുള്ളതാണ് INRൻ്റെ കാൽക്കുലേഷൻ കേട്ടോ. സോ അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എന്തിൻ്റെ ഏത് ടൈമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? പ്രോത്രോംബിൻ ടൈം വെച്ചിട്ടാണ് കാൽക്കുലേഷൻ വരുന്നത്. ബ്ലീഡിങ് ടൈമോ ക്ലോട്ടിങ് ടൈമോ IPT ടൈമോ ഒന്നും എടുക്കുന്നില്ല. പ്രോത്രോംബിൻ ടൈമും INR PT INR എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, anti-hemolytic factor is option A coagulation factor 5, option B coagulation factor 3, option C coagulation factor 8, option D coagulation factor 9. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്,
കൊയാഗുലേഷൻ ഫാക്ടർ 8, ഓപ്ഷൻ സി ആണ്. ഇവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കൊയാഗുലേഷൻ ഫാക്ടറും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫാക്ടർ 5 ചോദിച്ചിട്ട് കാണാം, ഫാക്ടർ 7 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കൊയാഗുലേഷൻ ഫാക്ടറും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് കൊയാഗുലേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്? യെസ്, കൊയാഗുലേഷൻ ഫാക്ടർ 1 ഏതാണ്? 1 ഫൈബ്രിനോജൻ ആണ്. 2 എന്ന് പറയുന്നത് പ്രോത്രോംബിൻ ആണ്. 3 എന്ന് പറയുന്നത് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ഫാക്ടർ 4 എന്ന് പറയുന്നത് കാൽഷ്യം ആണ്. ഫാക്ടർ 5 ലബൈൽ ഫാക്ടർ ആണ്. ഇത് ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫാക്ടർ 7 എന്ന് പറയുന്നത് സ്റ്റേബിൾ ഫാക്ടർ ആണ്. ഫാക്ടർ 6 ഇല്ല കേട്ടോ, 5 കഴിഞ്ഞാൽ പിന്നെ 7 ആണ്. സ്റ്റേബിൾ ഫാക്ടർ ആണ്. ഫാക്ടർ 8 ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ, ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫാക്ടർ 9 ക്രിസ്മസ് ഫാക്ടർ ആണ്. ഫാക്ടർ 10 സ്റ്റോട്ട് പ്രവോ ഫാക്ടർ ആണ്. ഫാക്ടർ 11 പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആൻറ്റിസിഡൻ്റ് ആണ്. ഫാക്ടർ 12 ഹേഗ്മാൻ ഫാക്ടർ. ഫാക്ടർ 13 ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ ആണ്, അത് ഫാക്ടർ 8 ആണ്. ആൻറ്റി ഹീമോഫിലിയ എ എന്ന് പറയുന്നത് ഏതാണ്? ഫാക്ടർ 8 അല്ലേ? 8ൻ്റെ ഡെഫിഷ്യൻസി അല്ലേ? അപ്പോൾ ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടർ 8 ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റി കൊയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഫോർ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി EDTA, ഓപ്ഷൻ സി പൊട്ടാസ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ ഡി 3.8% ട്രൈസോഡിയം സിട്രേറ്റ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3.8% ട്രൈസോഡിയം സിട്രേറ്റ് നമ്മൾ ESRൻ്റെ ഡിറ്റർമിനേഷന് യൂസ് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന റേഷ്യോ 1:4 ആണ്. 1 പാർട്ട് ആൻറ്റി കോയാഗുലൻറ്റും 4 പാർട്ട് ബ്ലഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. 3.8% തന്നെ നമ്മൾ കൊയാഗുലേഷൻ സ്റ്റഡിക്കും യൂസ് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:9 ആയിരുന്നു. ഇവിടെ 1:4 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ക്യാൻ റിസീവ് ബ്ലഡ് ഓൺലി ഫ്രം എ ഡോണർ of his or her blood group if the blood group of the person is A, option A, option B, option C AB, option D O. correct answer ഏതാണ്? O. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഒരു പേഷ്യൻറ്റിന് ആ സെയിം ഗ്രൂപ്പുള്ള ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു ഗ്രൂപ്പും റിസീവ് ചെയ്യാൻ പറ്റില്ല. അത് O ഗ്രൂപ്പുകാർക്കാണ് മെയിൻലി. കാരണം ഈ O ഗ്രൂപ്പുള്ളവർക്ക് ആൻറ്റി എയും ആൻറ്റി ബിയും ഉണ്ടാവും. O ഗ്രൂപ്പുള്ളവർക്ക് ഒരു ആൻറ്റിജനും പ്രസൻ്റ് A ആൻറ്റിജനും B ആൻറ്റിജനും ആബ്സെൻ്റ് ആയിരിക്കും, പക്ഷേ സെറത്തിൽ എന്തുണ്ടാവും? ആൻറ്റി എയും ആൻറ്റി ബിയും ഉണ്ടാവും. അപ്പോൾ A ഗ്രൂപ്പ് കൊടുത്താലും റിയാക്ട് ചെയ്യാൻ ആളുണ്ട്. B ഗ്രൂപ്പാണ് ഓക്കാർക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെയും ഈ ആൻറ്റി ബി വന്നിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ A ഗ്രൂപ്പും B ഗ്രൂപ്പും ഒരിക്കലും ഓക്കാർക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓക്കാർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. കാരണം ആൻറ്റിജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കാർ യൂണിവേഴ്സൽ ഡോണറാണ്. അപ്പോൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആരാ? എല്ലാവരുടെ ബ്ലഡും സ്വീകരിക്കാൻ പറ്റുന്നത് AB-ക്കാരാണ്. ഓക്കാർക്ക് അവരുടെ ബ്ലഡ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bombay blood group individual may have the following antibody except anti-A, anti-B, anti-H, anti-O. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഒരു O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് A ആൻറ്റിജനും B ആൻറ്റിജനും ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ അവിടെ H ആൻറ്റിജൻ ഓക്കാർക്ക് പ്രസൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഉള്ള ആൻറ്റിജനാണ് ഈ H ആൻറ്റിജൻ എന്ന് പറയുന്നത്. H എന്നാണ് ഈ A ആൻറ്റിജനും B ആൻറ്റിജനും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം H ആൻറ്റിജനും ഇല്ല, A ആൻറ്റിജനും ഇല്ല, B ആൻറ്റിജനും ഇല്ല, H ആൻറ്റിജനും ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? O ബ്ലഡ് ഗ്രൂപ്പ്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബ്ലഡിൽ ഏതൊക്കെ ഉണ്ടാവും? ആൻറ്റി എയും ഉണ്ടാവും, ആൻറ്റി ബിയും ഉണ്ടാവും, ആൻറ്റി എച്ചും ഉണ്ടാവും. ഈ മൂന്നും ആൻറ്റി എ, ആൻറ്റി ബി, ആൻറ്റി എച്ച് എന്ന് പറയുന്നത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ ഉണ്ടാവുന്നതാണ്.
അപ്പോൾ ഇതിലില്ലാത്തത് ഏതാ? ഇവിടെ ഒരു ആൻറ്റി ഒ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡി ഓപ്ഷൻ. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The coloring agent of anti-B anti-serum is option A methylene blue, option B acriflavine, option C pink, option D no coloring agent. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻറ്റി ബിൻ്റെ ആൻറ്റി സെറം, ആൻറ്റി ബി ആൻറ്റി സെറത്തിൻ്റെ കളറിങ് ഏജൻ്റ് ആണ്. ആൻഡ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അക്രിഫ്ലേവിൻ. ആൻറ്റി ബി ആൻറ്റി സെറത്തിൻ്റെ കളറ് യെല്ലോ ആണ്, ആ കളറ് കൊടുക്കുന്നത് അക്രിഫ്ലേവിൻ ആണ്. ആൻറ്റി എ ആൻറ്റി സെറത്തിൻ്റെ കളറ് ബ്ലൂ ആണ്, ആ കളറ് കൊടുക്കുന്നത് മെത്തിലിൻ ബ്ലൂ ആണ്. ഓക്കെ, ആൻറ്റി എ ബ്ലൂ, ആൻറ്റി ബി യെല്ലോ. കളറിങ് ഏജൻറ്റും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ആൻഡ് ബി ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് മദർ ഹാവ് ചിൽഡ്രൻസ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ്. ഓപ്ഷൻ എ ആൻഡ് ഒ. ഓപ്ഷൻ ബി എ കോമ ബി കോമ ഒ. ഓപ്ഷൻ സി എ കോമ എ ബി കോമ ബി കോമ ഒ. ഓപ്ഷൻ ഡി എ ആൻഡ് എ ബി. മദർ എയും ഫാദർ എയും മദർ ബിയും ആണ്. കറക്റ്റ് ആൻസർ സി ആണ്. കാരണം ഈ മദർ എയും ഫാദർ ബിയും ആണെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിലും ആവാം. എ ആവാം, ബി ആവാം, എ ബി ആവാം, ഒ ബ്ലഡ് ഗ്രൂപ്പ് ആവാം. ഓക്കെ, നെക്സ്റ്റ്. For a patient having thrombocytopenia, which blood component is transfused? Option A platelet-rich plasma. Option B whole blood. Option C washed red cell. Option D cryoprecipitate. Correct answer ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇവിടെ ത്രോംബോസൈറ്റോപീനിയ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ത്രോംബോ മീൻസ് പ്ലേറ്റ്ലെറ്റ് ആണ്, പീനിയ മീൻസ് കുറയാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ നമ്പർ കുറഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഹോൾ ബ്ലഡോ വാഷ് റെഡ് സെല്ലോ ക്രയോപ്രസിപ്പിറ്റേറ്റോ കൊടുത്തിട്ട് കാര്യമില്ല, പ്ലേറ്റ്ലെറ്റ് ആണ് വേണ്ടത്. സോ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് എ ഫേസ് ഓഫ് ക്രോസ് മാച്ചിങ്? ഓപ്ഷൻ എ സലൈൻ ഫേസ്. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ഫേസ്. ഓപ്ഷൻ സി ആൽബുമിൻ ഫേസ്. ഓപ്ഷൻ ഡി ആൻറ്റി ഗ്ലോബുലിൻ ഫേസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്ലോബുലിൻ ഫേസ്. സലൈൻ ഫേസ്, ആൻറ്റി ഗ്ലോബുലിൻ ഫേസ്, ആൽബുമിൻ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രോസ് മാച്ചിങ്ങിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഗ്ലോബുലിൻ ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ക്രോസ് മാച്ചിങ്ങിൽ വരുന്നില്ല. ബാക്കി മൂന്നും ക്രോസ് മാച്ചിങ്ങിൽ ഉള്ള ഫേസ് ആണ്. നെക്സ്റ്റ്. ഇൻ ബ്ലഡ് ബാങ്ക് വിച്ച് കളർ കോഡ് ലേബൽ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ബി ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ബാങ്ക്? ഓപ്ഷൻ എ റെഡ്. ഓപ്ഷൻ ബി പിങ്ക്. ഓപ്ഷൻ സി ബ്ലൂ. ഓപ്ഷൻ ഡി വൈറ്റ്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പിങ്ക് ആണ്. അതായത് നമ്മളെ ബ്ലഡ് ബാങ്കിൽ ഒരു കളർ കോഡ് വരുന്നുണ്ട് ഓരോ ഗ്രൂപ്പിന്. അതിൽ ഒ ഗ്രൂപ്പിന് ബ്ലൂവും, എ ഗ്രൂപ്പിന് യെല്ലോ, ബി ഗ്രൂപ്പിന് പിങ്കും, എ ബി ഗ്രൂപ്പിന് വൈറ്റും ആണ് വരുന്നത്. ഒ ഗ്രൂപ്പിന് ബ്ലൂ, എ ഗ്രൂപ്പിന് യെല്ലോ, ബി ഗ്രൂപ്പിന് പിങ്ക്, അതേപോലെ തന്നെ എ ബി ഗ്രൂപ്പിന് വൈറ്റ്. അങ്ങനെയാണ് നമുക്ക് ആ കളർ ലേബൽസ് വരുന്നത്. അതെല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുക, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി സെറത്തിൻ്റെ കളറും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏകദേശം നമ്മൾ കംപ്ലീറ്റ് 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.